തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള പല വാഗ്ദാനങ്ങളും വരും. ഈ വാഗ്ദാനങ്ങളൊന്നും UDF പണ്ടും ചെയ്തിട്ടില്ല. UDF ഇറക്കിയ പ്രകടന പത്രികയിലെ ഒരു 90% കാര്യങ്ങളും നടന്നിട്ടില്ല. പക്ഷേ LDF ഇറക്കിയ പ്രകടന പത്രികയിലെ 99.9% കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഏതാണ്ട് 100% ഇതിനെ നശിപ്പിക്കണമെന്നുള്ള കാര്യം അവർ തീരുമാനിച്ചാൽ മതി. കാരണം ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ KSRTC ഒരു മാസം 50 കോടി രൂപയാണ് ശമ്പളം കൊടുക്കാനും ഒക്കെ ആയിട്ട്. പെൻഷൻ കൊടുക്കാൻ 73 കോടി രൂപയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ഇത് പറഞ്ഞിട്ട് പോയാൽ പോരെ. ഇത് നടക്കുന്ന കാര്യമല്ല. നടന്നാൽ എന്താ പറയുക, ഇത് തുടക്കുന്ന ആദ്യത്തെ മാസം KSRTC അങ്ങ് പൂട്ടും. ആര് പട്ടിണിയിലാവും? KSRTC ജീവനക്കാർ പട്ടിണിയിലാവും. ഇന്നലെ പൊതുയുഗയാത്രയുടെ സമാപനത്തിനെത്തിയ രാഹുൽ ഗാന്ധി വലിയ പ്രഖ്യാപനങ്ങളാണ് തിരുവനന്തപുരത്ത് നടത്തിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് കോർപ്പറേഷൻ തന്നെ കഴിഞ്ഞ കുറേ കാലമായി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ KSRTC കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നാൽ അത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയ പ്രഖ്യാപനമാണ്, എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ കോർപ്പറേഷൻ പോകുന്നത്? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള പല വാഗ്ദാനങ്ങളും വരും. ഈ വാഗ്ദാനങ്ങളൊന്നും UDF പണ്ടും ചെയ്തിട്ടില്ല. UDF ഇറക്കിയ പ്രകടന പത്രികയിലെ ഒരു 90% കാര്യങ്ങളും നടന്നിട്ടില്ല. പക്ഷേ LDF ഇറക്കിയ പ്രകടന പത്രികയിലെ 99.9% കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഏതാണ്ട് 100% ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്താണ് വഴിപാടിടേണ്ടത്. അല്ല, നമ്മുടെ വഴിയിൽ ഒരു തേങ്ങ കിടക്കുകയാണ് ആരുടെയും. ആ തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് ഭഗവാനെ എന്നെ രക്ഷിച്ചോണേ എന്ന് പറയുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരിപാടി. ഇത് കേരളത്തിലെ KSRTC വലിയ നഷ്ടത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു. ജീവനക്കാരുടെയും ജനങ്ങളുടെയും അതുപോലെ മാധ്യമങ്ങളുടെയൊക്കെ വലിയ പിന്തുണയോടുകൂടി ഒരുവിധം പച്ചപിടിക്കുകയാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ച ഞാൻ കണ്ടു. 3-4 മാസമായിട്ട് അതൊന്ന് പച്ചപിടിച്ച് പോവുകയാണ്. ഇതിനെ നശിപ്പിക്കണമെന്നുള്ള കാര്യം അവർ തീരുമാനിച്ചാൽ മതി. കാരണം ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ KSRTC ഒരു മാസം 50 കോടി രൂപയാണ് ശമ്പളം കൊടുക്കാനും ഒക്കെ ആയിട്ട്. പെൻഷൻ കൊടുക്കാൻ 73 കോടി രൂപയാണ് സർക്കാർ, ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 5 വർഷമായി. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രിയായി വന്നതിന് ശേഷം 50 കോടി രൂപ ഒരു മാസം ശമ്പളത്തിനും 75ഓളം കോടി രൂപ പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. സഹകരണ ബാങ്ക് വഴി പെൻഷൻ കൊടുക്കുകയും വർഷാവസാനം ആ തുകയുടെ പലിശ അടക്കം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ഇത് പറഞ്ഞിട്ട് പോയാൽ പോരെ. ശതമാനത്തോളം ഉണ്ടാവും നമ്മുടെ ഒരു സ്ത്രീ യാത്രക്കാരുടെ ഒരു സംഭാവനയായിട്ട് എത്ര ശതമാനം ഉണ്ടാകും ഈ തുക? നമുക്ക് മുഴുവൻ ഒരു മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഈ യാത്രക്കാർക്ക് വേണ്ടി 50 കോടി രൂപയെങ്കിലും KSRTC സർക്കാർ കൊടുക്കേണ്ടി. ഇത് കൂടാതെ ഇപ്പോൾ കൊടുക്കുന്ന 75ഉം 50ഉം അത് കൂടാതെ ഇതിനു വേണ്ടി മാത്രം 50 കോടിയാണ്. സ്ത്രീ യാത്രക്കാരെല്ലാം ബസ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത്. നമ്മളെ ജനസംഖ്യയിൽ സ്ത്രീകളാണ് കൂടുതൽ. അപ്പോൾ അത് തട്ടിപ്പാണ്. കാരണം വെച്ചാൽ അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്ന വല്ല ലോക്കൽ ബസ്സിലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും. അല്ല, ദീർഘദൂര സർവീസിലേക്ക് കൊടുത്താൽ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരു ബസ്സിന് എത്ര രൂപ വേണം? അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കർണാടകയിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവരിത് പ്രഖ്യാപിച്ചു, അവിടെ നടപ്പിൽ വരുത്തി. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ട ഒരു വാർത്തയാണ്. ഞാൻ ദൃശ്യമാധ്യമത്തിലാണ് കണ്ടത്. അതിൽ പറയുന്നു കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. കാരണം കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്മളെക്കാളൊക്കെ മുമ്പിൽ നിന്ന സ്ഥാപനമാണ്. നമ്മൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ വളരെ ലാവിഷായിട്ട് ജീവിച്ച ആൾക്കാരാണ്. അവർ നഷ്ടത്തിലേക്ക് പോകുന്നു, അവർ തകർന്ന് തരിപ്പണമാവുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി സഹായം നൽകണമെന്ന് പറഞ്ഞ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ MD സർക്കാരിന് എഴുതിയതായി ദൃശ്യമാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടു. അപ്പോൾ ഇത് കേരളത്തിൽ ഇതൊന്ന് രക്ഷപ്പെട്ടു വരികയാണ്. പിന്നെ ഇത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലിയെന്നല്ലേ, ഇത് ജനങ്ങളെ പണമാണ്. നമ്മൾ ആലോചിക്കണം. എടുത്ത് എൻ്റെ ഇഷ്ടത്തിന് ഔദാര്യത്തിനുള്ള എൻ്റെ കുടുംബ സ്വത്ത് എനിക്ക് സൗജന്യം പ്രഖ്യാപിക്കാം, രാഹുൽ ഗാന്ധിക്ക് സൗജന്യം പ്രഖ്യാപിക്കാം, മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാം. പക്ഷെ നമ്മളൊരു ഭരണ സംവിധാനത്തെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ അത് നമ്മളൊരു ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് പൊതുജനത്തിൻ്റെ പണം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. അതിൻ്റെ കാവൽക്കാരായിട്ടാണ് ജനങ്ങളെ, ഈ ഖജനാവിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും കാവൽക്കാരായിട്ടാണ് ജനങ്ങൾ രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും MLAമാരെയും കാണുന്നത്. ആ കാവൽക്കാർ തന്നെ ഇത് വാരി എറിയും എന്ന് പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. നടക്കാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയരുത്. തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡായിട്ട് മാത്രമാണോ അപ്പോൾ അതിനെ ജനങ്ങൾ അങ്ങനെ വിലയിരുത്തുമെന്ന് കരുതുന്നുണ്ടോ? ഇത് നടക്കുന്ന കാര്യമല്ല. നടന്നാൽ എന്താ പറയുക, ഇത് തുടക്കുന്ന ആദ്യത്തെ മാസം KSRTC അങ്ങ് പൂട്ടും. ആര് പട്ടിണിയിലാവും? KSRTC ജീവനക്കാർ പട്ടിണിയിലാവും. ഇത് സ്വകാര്യ ബസ്സുകൾ ഇതുണ്ടോ? കേരളത്തിൽ നല്ലൊരു ശതമാനം സ്വകാര്യ ബസ്സുകൾ ഇവർ ഈ സൗജന്യം കൊടുക്കും. അപ്പോൾ അവർക്ക് കൊടുക്കത്തില്ല. അവർക്ക് ടിക്കറ്റ്, സ്ത്രീകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാം. KSRTC വാങ്ങാൻ പാടില്ല. KSRTC അതോടുകൂടി പരമാവധി 2 മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയാധാരമാകാൻ പോകുന്ന ജീവനക്കാരും ഇന്ന് ജീവനക്കാർ അവരുടെ ഒരുവിധം ജീവിതം പച്ച പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ നാളിന് ശേഷം.
അപ്പോൾ അവരുടെ ജീവിതം നശിക്കും. ഇതങ്ങ് ഇല്ലാതെയാവും. ഇല്ലാതായിക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ വരും. പ്രൈവറ്റ് ബസ്സുകളെ സഹായിക്കാൻ ഇത് ഉതകത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അവരിൽ ഈ സൗജന്യമില്ല. പൊതുജനങ്ങൾ ഖജനാവിൽ നിന്ന് കരം കൊടുക്കുന്ന പണം, ആ പണം കൊണ്ട് ഓടിക്കുന്ന KSRTC എടുത്ത് വെച്ചാണ് കളി. ഇതൊക്കെ വെറും തട്ടിപ്പുകളാണ്. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വേലകളാണ്. UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ 10% കാര്യം പോലും ഇതുവരെ ചരിത്രം എടുത്ത് നോക്കാം. കഴിഞ്ഞ 2-3 UDF സർക്കാരിൻ്റെ കാലത്ത് ഇലക്ഷൻ മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര കാര്യം സാധിച്ചു. കഴിഞ്ഞ 2 സർക്കാരുകൾ, ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെയും പ്രകടന പത്രികയിൽ ഏതൊക്കെ കാര്യങ്ങൾ സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇലക്ഷൻ വരുമ്പോൾ എന്തും പറയില്ലേ. എല്ലാവർക്കും 10,000 രൂപ വെച്ച് കൊടുക്കുക, 3,000 രൂപ വെച്ച് കൂട്ടുക. ഈ 600 രൂപ ആക്കി വർദ്ധിപ്പിച്ചിട്ട് അത് കൊടുക്കാതെ 18 മാസം കൊടുക്കാതെ ഇറങ്ങിപ്പോയ സർക്കാരാണ് കഴിഞ്ഞ UDF സർക്കാർ. അതിനെ 2000-ൽ എത്തിച്ചത് LDF സർക്കാരാണ്, കൊടുക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ആരാ പറയുന്ന വാക്ക് പാലിക്കുന്നത്, ആരാ നേരുന്നറിയുള്ളതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. നമ്മൾ ഇതിന് ബദലായിട്ട് എന്തെങ്കിലും സംവിധാനം, ഇപ്പോൾ ഷീ ബസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ചൊരു പ്ലാനിങ് നമുക്കുണ്ട്? കാരണം വനിതകളെ അത്രത്തോളം പരിഗണിക്കുന്ന ഒരു സർക്കാർ നിലയിൽ അത്ര എന്തെങ്കിലും പ്ലാനിങ് നമ്മൾ നടത്തുന്നുണ്ടോ? അല്ല, സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പിങ്ക് ബസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് നമ്മൾ കൊണ്ടുവരും. കാരണം പിങ്ക് ബസ് UN സഹായത്തോടെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ പ്രപ്പോസലെല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞു. അവർ സമ്പത്ത് തരികയും നമ്മൾ സ്ത്രീകളുടെ ഈ പിങ്ക് ബസ് ഇപ്പം 50 പിങ്ക് ബസ് തിരുവനന്തപുരത്ത് ഓടിച്ചിട്ട് കാര്യമില്ല. അത്രയധികം സ്ത്രീ യാത്രക്കാരുണ്ടാവില്ല. പണ്ട് ലേഡീസ് ഓൺലി ബസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലാളില്ലാതെ വന്നപ്പോഴാണ് അതൊക്കെ നിർത്തിയത്. ഗ്രാജുവലായിട്ട് അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ സ്ത്രീ ബസ് വരുമ്പോൾ ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രധാന പ്രദേശങ്ങളിലും, ഇപ്പോൾ കൊട്ടാരക്കര, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം, എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വീതിച്ചു കൊടുക്കാനുണ്ട്. 1-2 വീതം വീതിച്ചു കൊടുക്കും. ആ രാവിലെയും വൈകിട്ടുമാണ് ശരിക്കും ഷീ ബസ്സിൽ ഓഫീസിൽ പോകുന്നവരുടെ, വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരുടെയൊക്കെ ആ വണ്ടികളാണ് വരുന്നത്. എന്തായാലും പ്രഖ്യാപനങ്ങൾ കൃത്യമായി നടത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ എന്തായാലും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം അത് നടത്തിയാൽ മാത്രം പോരാ, അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് KSRTC പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് 1-2 മാസം കൊണ്ട് KSRTC ഒരു പൂട്ടലിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയുള്ളൂ. മറ്റ് ഗുണങ്ങളൊന്നും തന്നെ ആർക്കും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം എന്തായാലും നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.